ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ, നമ്മുടെ മസാല പനിയാരം. അപ്പോൾ ഈ ഒരു മസാല പനിയാരത്തിന് നമ്മൾ ദോശമാവിൻ്റെയോ ഇഡ്ഡലി മാവിൻ്റെയോ കൺസിസ്റ്റൻസിയിലല്ല ബാറ്റർ റെഡിയാക്കുന്നത്. അത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പണിയാരം ഉണ്ടാക്കിയെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി പോകരുത് എന്നുള്ളതാണ് പണിയാരത്തിൻ്റെ മാവിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. കുട്ടികൾ ഇതിപ്പോൾ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ആണ് എന്നുള്ള ആ ഒരു രീതിയിൽ കഴിച്ചോളും. പണിയാരം അതിൽ ആ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കുട്ടികൾ അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് അത് കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് പോയിക്കോളും, കുട്ടികളുടെ ഉള്ളിലേക്ക് പോയിക്കോളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപയർ ലഡുവിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, എങ്ങനെയാണ് പഞ്ചസാര പൊടിച്ചത് ഉപയോഗിച്ചിട്ട് ചെറുപയർ ലഡു ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ നെയ്യ് ചൂടാക്കി ചേർക്കണം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലിരുന്ന നെയ്യാണ് ചേർത്തത്. പക്ഷെ ചൂടോടുകൂടി നെയ്യ് നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ പഞ്ചസാര പൊടിച്ചത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലഡു ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ എല്ലാവർക്കും ആ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ അതുപോലെ കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും അല്ലെങ്കിൽ ചപ്പാത്തിയും പയറും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇഡ്ഡലിയും ദോശയ്ക്കും ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും, കുറച്ചെന്ന് വെച്ചാൽ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പണിയാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മസാല പണിയാരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കാം, ഇല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കാം. ഇഡ്ഡലി റൈസ് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പച്ചരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് 1/4 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല, 1/4 കപ്പ് തന്നെ എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ചേർത്ത് നമ്മളൊരു 3.5 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കാൻ പോവാണ്. മൂന്നും ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം 3.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. നമുക്കിതൊരു മിനിമം 3 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ. ഇപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഡിന്നറിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ഒരു 3.5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. മിനിമം 3 മണിക്കൂർ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനാണ്. നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി റൈസ് ആണെങ്കിൽ അരഞ്ഞു കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പച്ചരി തന്നെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ അരിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടിയും പോരുത്, വല്ലാതെ വെള്ളം കുറഞ്ഞും പോരുത്. അരിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനപ്പോൾ കപ്പളവിൽ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ആകെ അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് നമ്മൾ രാവിലെ ചേർക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്ന് വേഗം സോഫ്റ്റായി പൊങ്ങി വരാനായിട്ട് എളുപ്പമുണ്ടാവും. ഇതുപോലെ നമ്മളിപ്പോൾ ഇഡ്ഡലിക്ക് മാവ് റെഡിയാക്കുകയാണെങ്കിലും ദോശയ്ക്ക് മാവ് റെഡിയാക്കുകയാണെങ്കിലും ഒക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സോഫ്റ്റ് ദോശയും ഒക്കെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ബാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ തരിയൊന്നുമില്ലാതെ നൈസായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് നാളെ രാവിലെ നമ്മുടെ പണിയാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ രാവിലെ ചേർക്കാം. ഇപ്പോൾ ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. 8 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ 8 മണിക്കൂർ. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നല്ല തണുപ്പുള്ള സമയം അല്ലെങ്കിൽ മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ 10 മണിക്കൂറോ 12 മണിക്കൂറോ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ ഇനി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പണിയാരത്തിൻ്റെ മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു വലിപ്പത്തിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള വേണം, അല്ലെങ്കിൽ ഉള്ളി ചേർക്കാം. ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളി ആണെങ്കിലും സവോള ആണെങ്കിലും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. പിന്നെ വേണ്ടത് ഒരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചേർത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ
ഒരു 2-3 തണ്ട് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം, പക്ഷേ കൂടുതൽ നമുക്ക് എളുപ്പം ഗ്രേറ്റ് ചെയ്തെടുക്കാനായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത്. സവോളയാണെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവോളയൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെറിയ രീതിയിലും വലിയ രീതിയിലും എല്ലാ രീതിയിലും കട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒണിയൻ കട്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം നമുക്കിത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. പിന്നെ നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നില്ല, നമ്മൾ ഉഴുന്നാണല്ലോ അരച്ചിട്ടുള്ളത്. ഉഴുന്നുപരിപ്പ് ചേർക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ആദ്യം ചേർത്ത് കൊടുക്കാം. സവോള കുറച്ച് ക്വാണ്ടിറ്റി വേണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ പണിയാരത്തിന്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ പച്ചമുളക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ഒന്നും ആയി പോകണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി. ലൈറ്റായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇപ്പോൾ ചേർക്കരുത് കേട്ടോ. ക്യാരറ്റ് ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഓവർ കുക്കായി പോകും. ക്യാരറ്റ് വേഗം കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ സവോള ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ മാത്രം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കാം. മല്ലിയിലയാണ് ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോഴേ ചേർക്കേണ്ട. മല്ലിയിലയുടെ ആ ഒരു റോ ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരുപാട് ഓവർ കുക്കാവുന്നത് വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ക്യാരറ്റും സവോളയൊക്കെ നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് അഴിച്ചെടുക്കുക. ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് നമ്മുടെ ക്യാരറ്റിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരണം, അത്രയേ ഉള്ളൂ. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാരറ്റിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഓവറായിട്ട് ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാരം കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. ചെറിയൊരളവിൽ മാത്രം ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ മാവിലും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണിത്. അപ്പോൾ എരിവില്ലാതെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർക്കാം. ഇനി ഈ മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റും കൂടി ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഗരം മസാലയുടെ ഫ്ലേവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂട് മാറാൻ നിൽക്കരുത്. ചൂടോടുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പണിയാരത്തിന് ഇൻസൈഡൊക്കെ പെർഫെക്റ്റ് ആയി വരിക. അപ്പോൾ മുളക് പൊടി ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഒട്ടും തന്നെ ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെള്ളത്തിൻ്റെ അളവ് 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ട് പണിയാരം റെഡിയാക്കി എടുക്കാം. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഉടനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കുന്നില്ല കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാക്കുന്നത്. നല്ലെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ എല്ലാ കുഴികളിലും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റൊക്കെ മുകളിലേക്ക് വരണമല്ലോ, അതുകൊണ്ടാണ് നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ചെറിയ ബർണറിൽ. വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കുക്കായി വരും, ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കാവില്ല. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പണിയാരം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് കുറച്ച് മാവ് കൂടിപ്പോയിട്ടോ. ബാക്കിയുള്ളതിൻ്റെ അളവിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ്. ഇത് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ്, എന്താ പറയുക, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡും ഒന്ന് കുക്കായി വന്നോളും. ഒരു സ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ, എളുപ്പം സ്പൂൺ ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഈ സൈഡും ഇനി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ കൂടുതൽ എണ്ണ കുടിക്കും, അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ എണ്ണയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ എണ്ണ കുറച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിത് മുഴുവൻ മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പണിയാരം എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കായി വന്നോളും. അപ്പോൾ ഇത് ഞാനിപ്പോൾ തേങ്ങ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. തേങ്ങ ചട്നി ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ വരുന്നത്. വീണ്ടും നമ്മളൊന്ന് എണ്ണ ലൈറ്റായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം മാവ് ഒഴിക്കാൻ. ഓരോ പ്രാവശ്യവും മാവ് ഒഴിക്കുമ്പോൾ എണ്ണ ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇത് തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. പിന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പണിയാരം കുക്കായി കിട്ടില്ല. ഇൻസൈഡൊക്കെ പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. തിക്കായി പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം കുക്ക് ചെയ്തെടുക്കട്ടെ ഇനി. അപ്പോൾ നമ്മുടെ പണിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ചട്നി സാമ്പാറോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാം ഒരു ഗ്ലാസ് ചായയുടെ കൂടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ ചട്നിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഇനി ഇൻസൈഡ് കുക്കായിട്ടുണ്ടോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ഇൻസൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തലേ ദിവസം രാത്രി കുറച്ച് അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോലെ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.